അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു സ്ക്വയർ ഫീറ്റിൽ ഞാൻ ഈ പറയും മംസാറിൻ്റെ പ്രോജക്റ്റിലെ വേറൊരു ഓപ്ഷൻ തന്നെയില്ല. കരാമ, ബർദു ബൈ ഗോൾഡ് സുക്ക്, നെഹദ, കിസൈസ്, അബുഹേൽ എന്നീ ലൊക്കേഷനിൽ നിങ്ങൾ ഫാമിലിയായിട്ട് റെൻറ്റ് കൊടുത്ത് താമസിക്കുന്നതിന് പകരം സ്വന്തമായിട്ടൊരു വീട് മേടിക്കാൻ മംസാർ ബീച്ചിലുള്ള ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്തുള്ള പ്രോജക്റ്റ് എന്തുകൊണ്ടാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയുന്നതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു ദുബായിൽ ഒരു ഫ്രീ ഹോൾഡ് ആയിട്ട് തൊട്ടടുത്ത ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് ഐലൻഡ്, ദുബായ് മാരിടൈം സിറ്റി അല്ലെങ്കിൽ ജദ്ദാഫ് എന്നുള്ള ലൊക്കേഷനാണ്. ദുബായ് ഐലൻഡിലും മാരിടൈം സിറ്റിയിലും നിങ്ങൾക്കൊരു 1 ബെഡ്റൂം സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ മിനിമം 1.8 to 2 മില്യൺ ദിർഹംസ് കൊടുക്കണം. അവിടെ നിങ്ങൾ ഈ ഒരു എമൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വെറും 600-700 സ്ക്വയർ ഫീറ്റിലാണ്. ഇനിയിപ്പോൾ ഈ ജദ്ദാഫിലായിക്കോട്ടെ വെറും 1.3 to 1.5 മില്യണിൽ സെയിം സ്ക്വയർ ഫീറ്റിൽ അതും 60-40 അല്ലെങ്കിൽ 50-50 എന്ന പേയ്മെൻറ്റ് പ്ലാനിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്ത ഒരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടിയിൽ 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് അണ്ടർ 1 മില്യൺ, അതായത് ഒരു 9,60,000 ദിർഹംസിൽ സ്റ്റാർട്ടിങ്ങിൽ വെറും 5% ഡൗൺ പേയ്മെൻറ്റ്, അതായത് 48,000 ദിർഹംസ് ഡൗൺ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് മന്ത്ലി 3,200 ദിർഹംസ് മാത്രം പേ ചെയ്തുകൊണ്ട് ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും. അത് നിങ്ങൾ 2 ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. 1,500 സ്ക്വയർ ഫീറ്റിൽ 1.45 മില്യൺ ദിർഹംസിന് നിങ്ങൾക്ക് 5% ഡൗൺ പേയ്മെൻറ്റ് അടച്ച് ബാക്കിയുള്ള എമൗണ്ട് ഹാൻഡ് ഓവർ വരെയുള്ള എമൗണ്ട് നിങ്ങൾക്ക് 4,800 ദിർഹംസ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പ്രൈസിലും ഈ ഒരു സ്ക്വയർ ഫീറ്റിൽ ഇതുപോലത്തെ ഒരു പേയ്മെൻറ്റ് പ്ലാനിലും ഞാൻ ഈ പറയും മംസാറിൻ്റെ പ്രോജക്റ്റിലെ വേറൊരു ഓപ്ഷൻ തന്നെ ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്.